നമസ്കാരം. ഇൻസൈറ്റ് റിപ്പോർട്ടിലേക്ക് സ്വാഗതം. സായാഹ്ന വാർത്തകൾ വായിക്കുന്നത് അനു മനു. കേരളത്തിൽ ഏറെ കോളിളക്കം സൃഷ്ടിച്ച നടി ആക്രമിക്കപ്പെട്ട കേസിൽ 6 പ്രതികൾക്കായുള്ള ശിക്ഷ വിധിച്ചു. പരമാവധി 20 വർഷത്തെ കഠിന തടവും 50,000 രൂപ പിഴയുമാണ് ശിക്ഷ. പ്രതികളുടെ പ്രായവും കുടുംബാന്തരീക്ഷവും ശിക്ഷയിളവിന് കാരണമായി കോടതി ചൂണ്ടിക്കാണിച്ചു. കൂടാതെ അതിജീവിതയ്ക്ക് 5 ലക്ഷം രൂപ നൽകാനും എറണാകുളം സെഷൻസ് കോടതി വിധിച്ചു. തദ്ദേശ തിരഞ്ഞെടുപ്പിന്റെ ഫലം നാളെ അറിയാം. പോളിംഗിൽ മുൻ തിരഞ്ഞെടുപ്പിനേക്കാൾ 2% കുറവുണ്ടെങ്കിലും ഇടത് വലത് മുന്നണികൾ തികഞ്ഞ വിജയപ്രതീക്ഷയിലാണ്. സംസ്ഥാനത്തെ തദ്ദേശ സ്ഥാപനങ്ങളിൽ ഇപ്പോൾ ഇടത് മുന്നണിക്കാണ് മുൻതൂക്കം. മലയാറ്റൂർ ചിത്രപ്രിയ കൊലപാതകത്തിൽ പോലീസിനെതിരെ പെൺകുട്ടിയുടെ ബന്ധുക്കൾ. പോലീസ് പുറത്തുവിട്ട CCTV ദൃശ്യങ്ങളിലുള്ളത് ചിത്രപ്രിയ അല്ലെന്നാണ് ബന്ധു ശരത് ലാൽ പറയുന്നത്. കൊലപാതകവുമായി ബന്ധപ്പെട്ട് നിരവധി തെറ്റായ കാര്യങ്ങൾ പ്രചരിക്കുന്നു. പോലീസ് പറഞ്ഞ പല കാര്യങ്ങളും കളവുണ്ടെന്നും ശരത് ലാൽ പറയുന്നു. MC റോഡിൽ സ്ഥാപിച്ചിട്ടുള്ള കൂറ്റൻ ദിശാസൂചക ഫലകത്തിന്റെ ലോഹപ്പാളി വീണ് സ്കൂട്ടർ യാത്രക്കാരന്റെ കൈപ്പത്തി അറ്റുതൂങ്ങി. കൈപ്പത്തിക്കും വിരലുകൾക്കും ഗുരുതരമായി പരിക്കേറ്റ കുടവട്ടൂർ അനന്തവിഹാറിൽ 57 വയസ്സുള്ള മുരളീധരൻ പിള്ളയെ തിരുവനന്തപുരത്തെ സൂപ്പർ സ്പെഷ്യാലിറ്റി ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ആന്ധ്രാപ്രദേശിൽ ബസ് കൊക്കയിലേക്ക് മറിഞ്ഞ് 9 പേർക്ക് ദാരുണാന്ത്യം, 20 പേർക്ക് പരിക്കേറ്റു. 35 യാത്രക്കാരുമായി പോയ സ്വകാര്യ ബസ് ഇന്ന് പുലർച്ചെയാണ് അപകടത്തിൽപ്പെട്ടത്. തുളസിപകൽ ഗ്രാമത്തിന് സമീപം ബസ് നിയന്ത്രണം വിട്ട് മറിയുകയായിരുന്നു. സംസ്ഥാനത്ത് സ്വർണ്ണവിലയിൽ വീണ്ടും വർധനവ്. പവന് ഒറ്റയടിക്ക് 1400 രൂപയാണ് കൂടിയത്. ഇന്ന് 97,280 രൂപയാണ് ഒരു പവൻ സ്വർണത്തിന്റെ വില. ഗ്രാമിന് 175 രൂപയാണ് കൂടിയത്. 12,160 രൂപയാണ് 1 ഗ്രാം സ്വർണത്തിന്റെ വില. മറ്റൊരു വാർത്തയുമായി വീണ്ടും കാണാം. നന്ദി, നമസ്കാരം. അങ്കമാലി കരയാമ്പറമ്പിൽ 3 വർഷം മാത്രം പഴക്കമുള്ള 4.25 സെന്റ് സ്ഥലവും 1200 സ്ക്വയർ ഫീറ്റ് വീടും ഫർണിച്ചർ അടക്കം വിൽപ്പനയ്ക്ക്. കൊച്ചി എയർപോർട്ടിൽ നിന്നും 9 കിലോമീറ്ററും അപ്പോളോ ഹോസ്പിറ്റലിൽ നിന്നും 2 കിലോമീറ്ററും നാഷണൽ ഹൈവേയിൽ നിന്നും 300 മീറ്ററും ഹോസ്പിറ്റൽ, സ്കൂൾ, ആരാധനാലയങ്ങൾ, ഗവൺമെന്റ് സ്ഥാപനങ്ങൾ എല്ലാം അടുത്തുള്ള ഈ വീടിന് ഉദ്ദേശിക്കുന്ന വില 49 ലക്ഷം രൂപ. ഈ വീട് സ്വന്തമാക്കുവാൻ ആവശ്യക്കാർ വിളിക്കേണ്ട നമ്പർ 7034873123 7736964883. വാർത്തകൾ ചെറുതോ വലുതോ എന്നതിലല്ല കാര്യം. നിങ്ങളുടെ പ്രദേശത്ത് നടക്കുന്ന ഏതൊരു വാർത്തയും അതിന്റെ പ്രാധാന്യം ഒട്ടും ചോരാതെ തന്നെ നിങ്ങളിൽ നിന്നും ഞങ്ങളിലൂടെ ജനങ്ങളിലേക്ക് എത്തുന്നു. വാർത്തകൾ വിരൽ തുമ്പിൽ ഞൊടിയിടയിൽ ലഭിക്കുന്നതിന് വേണ്ടി ഇൻസൈറ്റ് റിപ്പോർട്ടിന്റെ ഓൺലൈൻ മാധ്യമങ്ങളായ യൂട്യൂബ്, ഫേസ്ബുക്ക്, വാട്സ്ആപ്പ്, ഇൻസ്റ്റാഗ്രാം തുടങ്ങിയ അക്കൗണ്ടുകൾ എത്രയും പെട്ടെന്ന് ഫോളോ ചെയ്യുക. നേരത്തെ അറിയാൻ ഇൻസൈറ്റ് റിപ്പോർട്ട് നിങ്ങളിലേക്ക്.